ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുന്ദരകാന്ഡത്തിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് നാം വിശദീകരിക്കുകയുണ്ടായി. അധ്യാത്മ രാമായണം പൂർണ്ണമായും പാരായണം ചെയ്യാൻ പ്രായോഗികമായി സാധിക്കാത്ത ആളുകൾക്ക് സുന്ദരകാന്ഡം പൂർണ്ണമായും പാരായണം ചെയ്താൽ രാമായണ പാരായണത്തിൻ്റെ പൂർണ്ണസിദ്ധി ഫലസിദ്ധി കൈവരും എന്ന് പ്രസിദ്ധിയുണ്ട്. അത്രമാത്രം വൈശിഷ്ട്യമാണ് സുന്ദരകാന്ഡത്തിന് എന്ന് കാണാം. ലവണജലനിധി ശതയോജനാ വിസ്തൃതം ലംഘിച്ച് ലങ്കയിലേക്ക് എത്തുന്ന ആ ഹനുമാൻ ആത്മാന്വേഷണത്തിൻ്റെ പ്രയാണപഥത്തിലൂടെ ആ പരമമായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയെ നേടുന്ന ആ സാധകൻ്റെ ആധ്യാത്മിക പ്രയാണത്തിന് പ്രാതിനിധ്യം വഹിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രാമായണ കഥയിലെ ഏറ്റവും വിശിഷ്ടമായ വേദികയായി സുന്ദരകാന്ഡത്തെ വിശേഷിപ്പിക്കുന്നു. ഇപ്രകാരം സുന്ദരകാന്ഡത്തിലൂടെ പ്രയാണം ചെയ്യുന്ന ഹനുമാനോടൊപ്പം നമ്മളൊന്ന് സഞ്ചരിച്ചാൽ ആ ഹനുമാൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണപഥത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട വിശിഷ്ട ഗുണങ്ങളും കാണാൻ സാധിക്കും. ഹനുമാൻ ലങ്കയിലേക്ക് ആ സമുദ്ര ലംഘനം നടത്തുന്ന വേളയിൽ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന മൈനാകം എന്ന പർവ്വതത്തെ കാണാൻ സാധിക്കും. മൈനാകം എന്നത് മേനകയുടെ മകൻ എന്ന അർത്ഥത്തിലാണ് മൈനാകം എന്ന പർവ്വതത്തിന് പേര് കിട്ടുന്നത്. ഹിമവാന്റെ പത്നിയാണ് മേനക. ഹിമവാന്റെയും മേനകയുടെയും പുത്രനായ പർവ്വതമാണ് മൈനാകം. സമുദ്രത്തിൽ നിന്ന് സമുദ്രദേവന്റെ അനുജ്ഞയോടുകൂടി ഉയർന്നു വന്ന് ഹനുമാന് വിശ്രമിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് മൈനാകം. മൈനാകം പറയുന്നു, എന്നിൽ വിശ്രമിച്ച് ഫലമൂലാദികൾ ഭക്ഷിച്ച് കുറഞ്ഞൊന്ന് ഉറങ്ങി ക്ഷീണമെല്ലാം മാറ്റി ഫ്രഷായിട്ട് യാത്ര തുടരാം എന്നാണ് പറയുന്നത്. എന്നാൽ ഹനുമാൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കുക. ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഊണും ഉറക്കവുമില്ലാതെ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൃഢവ്രതം എടുത്ത ആളുടെ ലക്ഷണം. അതുകൊണ്ട് താങ്കളുടെ ആതിഥ്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, സൽക്കാരത്തിന് ഞാൻ സന്തോഷം രേഖപ്പെടുത്തുന്നു, എന്നാൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുകയാണ്. പെരുവഴിയിൽ അശനശയനങ്ങൾ ഒന്നുമേ ഇല്ല തനിക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹനുമാൻ തൻ്റെ യാത്ര തുടരുന്നത്. അതുപോലെ തന്നെ ഈ യാത്രാവേളയിലെ വിവിധ സന്ദർഭങ്ങളിൽ എതിരിടാൻ വരുന്ന പ്രതിയോഗികളെ നേരിടുകയും നിഴലു പിടിച്ച് നിർത്തി കൊല്ലുന്ന നീചയാം നിശാചരിയെയും തൻ്റെ താഠനം കൊണ്ട് വകവരുത്തുകയും ചെയ്യുന്ന ഹനുമാനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മഹത്തായ ലക്ഷ്യത്തിനേക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ നിരവധിയായ പ്രതിബന്ധങ്ങളെ നമുക്ക് നേരിടേണ്ടതായി വരും. ഉന്നതമായ ഉയർന്ന ലക്ഷ്യങ്ങളെ നേരിടുന്ന സമയത്ത്, ആ ലക്ഷ്യങ്ങളിലേക്ക് പ്രയാണം ചെയ്യുന്ന സമയത്ത് പ്രകൃതി തന്നെ പ്രതിബന്ധങ്ങളുടെ രൂപത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. ആ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ആർജവമാണ് ഉണ്ടാകേണ്ടത്. പ്രതിബന്ധങ്ങൾ ശത്രുതയുടെ രൂപത്തിൽ, വിരോധത്തിൻ്റെ രൂപത്തിൽ, എതിർപ്പിൻ്റെ രൂപത്തിൽ, വെല്ലുവിളിയുടെ രൂപത്തിൽ മാത്രമല്ല, അത് അംഗീകാരത്തിൻ്റെ രൂപത്തിലും സഹായ വാഗ്ദാനത്തിൻ്റെ രൂപത്തിലും തന്നെ കടന്നു വരാം. അവയെല്ലാം ധീരമായി ധിക്കരിച്ച് മുന്നോട്ട് പോകാനുള്ള ആർജവം ഉണ്ടാകണം എന്ന് ഹനുമാൻ സ്വാമി ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്രകാരം ലങ്കയിലേക്ക് പ്രവേശിക്കുന്ന ഹനുമാൻ ലങ്കാപുരിയിലുടനീളം സഞ്ചരിച്ച് സീതയെ കണ്ടെത്തുകയും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത സീതാദേവിയെ കണ്ടെത്താൻ പ്രയാസപ്പെട്ട് ഓരോ രാക്ഷസനാരിയെയും കാണുമ്പോൾ ഇതാണോ സീത എന്ന് സംശയിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഹനുമാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്രകാരം രാവണപത്നിയായ മണ്ഡോദരിയെ കണ്ട് ആ മണ്ഡോദരിയുടെ അംഗലാവണ്യവും മണ്ഡോദരിയുടെ ഗുണവൈശിഷ്ട്യങ്ങളും ഒക്കെ ആ പ്രഥമദൃഷ്ട്യാ കണ്ട് തൻ്റെ സീതാദേവി ഇതുതന്നെയാണോ എന്ന് ആശ്ചര്യപ്പെടുന്ന ഹനുമാനെ കാണാൻ സാധിക്കും. ഹനുമാൻ ഈ ധാരണ തിരുത്തുന്നത് ആ മണ്ഡോദരി തൻ്റെ ശയനമുറിയിൽ രാവണൻ്റെ അന്തപുരത്തിലെ പട്ടുമെത്തയിൽ സുഖനിദ്രയിലാണ്ട് കിടക്കുകയാണ്. അങ്ങനെ സീതാവിരഹം, സീതയുടെ രാമനെ പിരിഞ്ഞിട്ടുള്ള സീതയുടെ ആ ജീവിതം ഒരിക്കലും ഇത്രമാത്രം ശാന്തവും സുഖ സമൃദ്ധിയിലുമായിരിക്കുകയില്ല എന്നും വിലയിരുത്തിക്കൊണ്ടാണ് ഇത് സീതാദേവിയല്ല എന്ന് ഹനുമാൻ വിലയിരുത്തുന്നത്. അങ്ങനെ തുടർന്നുള്ള തൻ്റെ പ്രയാണത്തിനൊടുവിലാണ് അശോകവനിയിൽ ശിംശിബാവൃക്ഷച്ചുവട്ടിൽ
ഏകാകിനിയായിരിക്കുന്ന രാമരാമേതി വിലപിച്ചുകൊണ്ടിരിക്കുന്ന സീതയെ കണ്ടെത്തുന്നത്. ആ സീതയെ കണ്ടെത്തുന്ന ഹനുമാന്റെ ദൃശ്യം, ഹനുമാന്റെ വാക്കുകൾ ഏറ്റവും അത്ഭുതകരമാണ്. ഹനുമാൻ പറയുന്നു, ഞാനിതാ ഭാഗ്യവാനായി തീർത്തിരിക്കുന്നു, ഞാൻ മറ്റ് വാനരന്മാരുടെ കൂടി ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഹനുമാൻ പറയുകയാണ്. മഹത്തായ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ച ഹനുമാനും സീതാദേവിയും തമ്മിലുള്ള ആ സമാഗമം രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടവും സുന്ദരവുമായ വേളയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹരേ രാമ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.